മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാര്, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും സലാമത്താക്കണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്ത് സ്വർഗം വിലക്ക് വാങ്ങിയവരുണ്ട്, സ്വർഗത്തിലെത്തിയിട്ട് കത്തയച്ചവരുണ്ട്, സ്വർഗം ഭൂമിലോകത്ത് വെച്ച് മണത്തവരുണ്ട്. അങ്ങനെ തുടങ്ങി ലോകത്ത് ഒരുപാട് സാലിഹീകൾ സ്വർഗത്തിനു വേണ്ടി ജീവിച്ച് മരിച്ചവരുണ്ട്. അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങൾ മാപ്പ് ചെയ്യണം റഹ്മാനേ. ബർക്കത്തിനു വേണ്ടി ഞാനൊരു സന്തോഷത്തിന്റെ സംഭവം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാരെ, സാധാരണ നിങ്ങൾ കേട്ടു കാണുന്ന പേരല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ജഅഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു ദിവസം ബസറ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ ബസറ പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വീട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിന്നിട്ട് വീട്ടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ജഅഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നേരെ അടുത്തേക്ക് ചെന്ന് ചെറുപ്പക്കാരനോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം സലാം മടക്കുന്നു. മാലിക് ബിൻ ദീനാറാണ്, ഒരു വലിയ മഹാനാണ്, പണ്ഡിതനാണെന്നറിഞ്ഞപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് അദ്ദേഹം ആദരവോടെ ഇരിക്കുന്നു. അത് ഈമാനുള്ള ആഖിറം രക്ഷപ്പെടുന്ന ആളുകളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവോടെ ഇരുന്നിങ്ങനെ ചോദിക്കുന്നു, മോനെ നിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? തങ്ങളെ ഞാനൊരു വീട് നിർമ്മിക്കുന്ന തിരക്കിലാണ്. വീട്ടിനെത്രയാണ് മോനെ ചെലവഴിക്കാൻ തീരുമാനിച്ചത്? 1,00,000 ദീനാറ് ചെലവഴിക്കാനാണ് തീരുമാനം. 1,00,000 ദീനാറ് ചെലവഴിച്ച് നീ നിർമ്മിക്കുന്ന നിന്റെ വീട് എപ്പോഴെങ്കിലും കേടുവരാൻ സാധ്യതയുള്ള വീടാണോ? ഇപ്പോൾ നീ ഉണ്ടാക്കുന്ന ഫാഷൻ മാറിപ്പോകാൻ സാധ്യതയുള്ള ഫാഷനാണോ? നിന്റെ വീട് കുറച്ച് ദിവസം കഴിയുമ്പോ അതിന്റെ നിറമൊക്കെ മങ്ങിപ്പോകുന്ന വീടാണോ? എപ്പോഴെങ്കിലും കേടുവരാനും ഖറാബാകാനും സാധ്യതയുള്ളതാണോ? അല്ലെങ്കിൽ ഒരു കാലത്തും കേടുവരാത്ത വീടാണോ? മാലിക് ബിൻ ദീനാർ തങ്ങളോട് പറയുന്നു, തങ്ങളെ എത്ര വലിയ സംഖ്യ ചെലവഴിച്ച് നിർമ്മിച്ച വീടും ഒരു കാലത്തത് പഴക്കം ചെല്ലുമല്ലോ, ഖറാബാകുമല്ലോ, കേടുവരുമല്ലോ. മോനെ, ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഈ 1,00,000 ദീനാർ ചെലവഴിച്ച് നീ നിർമ്മിക്കുന്ന വീട്, ആ വീട്ടിൽ നീ എല്ലാ കാലത്തും താമസിക്കുമോ? അതല്ല വീട്ടുകാരനായ നീ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഇറങ്ങിപ്പോകേണ്ടി വരുമോ? തങ്ങളെ ഏത് മുതലാളിയായാലും അവൻ താമസിക്കുന്ന വീട്ടിൽ നിറങ്ങി ഖബറിൽ പോയി താമസിക്കേണ്ട സമയം വരുന്നതല്ലേ? അപ്പോൾ ഞാൻ എന്റെ വീട് കൈയൊഴിച്ചുകൊണ്ട് പോവുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. മാലിക് ബിൻ ദീനാർ തങ്ങൾ പിന്നീട് ചോദിക്കുന്ന, മോനെ, ഒരിക്കലും കേടുവരാത്ത ഒരു വീട്, ഒരിക്കലും നിറം മങ്ങാത്ത ഒരു വീട്, കസ്തൂരിയുടെ മണ്ണുകളുണ്ട്, കുങ്കുമത്തിന്റെ സാധനങ്ങളുണ്ട്, വൈരങ്ങളുണ്ട്, മുത്തുകളുണ്ട്, സ്വർണങ്ങളുണ്ട്, വെള്ളികളുണ്ട്, അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളുമുള്ള നല്ല പച്ചയായ തോട്ടത്തിന്റെ മുന്നിൽ, മുൻഭാഗത്ത് അരുവികൾ ഒഴുകുന്ന, പുഴകൾ ഒഴുകുന്ന തോട്ടത്തിന്റെ ഉള്ളിലൊരു വീട്, ഒരു വലിയ മാളിക നിനക്ക് ഞാനങ്ങ് വാങ്ങിത്തരട്ടെ. ഒരിക്കലും ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണ്ട. ഒരിക്കലും ആ വീട് കേടുവരുന്ന വീടല്ല. സ്വർഗത്തിൽ യജമാനനായ റബ്ബ് തരുന്നൊരു മാളികയാണ്. ആ മാളിക നിനക്ക് ഞാനങ്ങ് വിലക്ക് വാങ്ങിത്തരട്ടെ. നിന്റെ ദുനിയാവിലെ വീട് നിർമ്മിക്കാൻ വേണ്ടി നീ വെച്ചിരിക്കുന്ന 1,00,000 ദീനാറുണ്ടല്ലോ, അതൊന്ന് എന്റെ കയ്യിൽ തരാമോ? നിനക്ക് ഞാൻ സ്വർഗത്തിലൊരു വീട് വിലക്ക് വാങ്ങിത്തരട്ടെ. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ തങ്ങളെ. എന്റെ വീട്ടിന്റെ പണി നിർത്തിയിട്ട് ഞാൻ സ്വർഗത്തിലൊരു വീട് നിങ്ങൾ തരാമെന്ന് പറയുമ്പോ ഞാൻ അങ്ങട്ടാ 1,00,000 ദീനാർ അങ്ങ് തരികയെന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. മോനെ, നിനക്ക് ഞാനൊരു എഴുത്ത് തരാമല്ലോ, എഗ്രിമെന്റ് തരാമല്ലോ, എഴുതിയൊപ്പിട്ട എഗ്രിമെന്റ് തരാം, സ്വർഗത്തിൽ ഞാൻ വീട് തരാം. ധൈര്യമുണ്ടോ? 1,00,000 ദീനാർ എന്ന് ഏൽപ്പിക്കാമോ?
സഹോദരന്മാരെ, ഔലിയാക്കളെ കൂട്ടത്തിൽ പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം മാത്രം സംസാരിക്കുന്നവർ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലൂമേ, അനുവാദം വന്നാൽ പറവന്നോവർ. അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയാൽ മാത്രമേ പറയുള്ളൂ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമേ ചെയ്യുള്ളൂ. അങ്ങനെ അവരൊരു കാര്യമങ്ങ് ചെയ്താലോ, എന്നൂടെ തന്റെ ആകുന്ന് ഞാൻ ചൊൽകിൽ ആകുമെന്നോർ. ബഹുമാനപ്പെട്ട ഖുത്ബുർ റബ്ബാനി വൽ സമദാനി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദീ തങ്ങൾക്ക് റബ്ബ് കൊടുത്ത വലിയ ബറക്കത്തും വലിയ ബഹുമതിയും കേരളീയരായ നമ്മൾ പാടിപ്പുകഴ്ത്താറില്ലേ? ഔലിയാക്കളെ മദ്ഹ് പറയുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല, ഔലിയാക്കളെ സ്നേഹിച്ചവർ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല. ഔലിയാക്കിന് അല്ലാഹു കൊടുക്കുന്ന പവറുകളാണത്. ആ നിലക്ക് ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ധൈര്യത്തോടെ ചോദിക്കുന്നു, നിനക്ക് ഞാനങ്ങ് തരട്ടെ സ്വർഗത്തിലൊരു വീട്, നിന്റെ 1,00,000 ദീനാറൊന്ന് എന്നെ ഏൽപ്പിക്കാമോ? തങ്ങളെ ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ നാളെ എങ്ങാനും ഇന്ന് പോകുന്നെങ്കിലൊന്ന് കയറിയാൽ ഞാനൊന്ന് ആലോചിച്ച് മറുപടി പറയാം. തങ്ങള് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മടങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. സഹോദരന്മാര്, റമദാൻ ശരീഫിൽ പാവപ്പെട്ട മനുഷ്യന്മാര് പിരിവിന് വരുമ്പോ പെൺകുട്ടികളെ വായിക്കാൻ പെൺകുട്ടികളെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ, മറുഭാഗത്ത് മുരകെട്ടിക്കാൻ പറയുമ്പോ, മദ്രസക്കാര് പള്ളിക്കാര് പലരും വരുമ്പോ ഇവരിങ്ങനെ നമ്മളടങ്ങാറാക്കാൻ വരുന്നു എന്ന് തോന്നിപ്പോകല്ല. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഇത് തീർത്തും അങ്ങ് ചോദിച്ചിട്ട്, അങ്ങനത്തെ ഒരു ചിന്തയെ ചെറുപ്പക്കാരന്റെ കൽബിലില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ തങ്ങളെ, നിങ്ങൾ നാളെ വരൂ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ മടങ്ങിപ്പോയി. അന്ന് രാത്രിയിൽ എത്രയോ സമയം ചെറുപ്പക്കാരന് വേണ്ടി ദുആ തന്നെ. ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, പിറ്റേന്ന് രാവിലെ വരെ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങൾ നിസ്കാരത്തിലും ഖുർആനോത്തിലും ദുആയിലും ഒക്കെയായി. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് കാത്തു നിൽക്കുന്നു. ഒരു 3 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ചൊല്ലിക്ക സല്ലല്ലാഹു صل على محمد يا رب صل عليه وسلم. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു രാവിലെ ഇറങ്ങി. ആ ചെറുപ്പക്കാരന്റെ വീട് ലക്ഷ്യം വെച്ച്, പഴയ വീട് ലക്ഷ്യം വെച്ച് പണിയെടുക്കുന്ന വീട്ടിന്റെ അടുക്കലേക്ക് നീങ്ങി. നേരെ അങ്ങ് ചെന്നപ്പോ ആദരവോടെ കൈപിടിച്ചു കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തിയിട്ട് 1,00,000 ദീനാറിന്റെ ഒരു വലിയ സഞ്ചി കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാർ തങ്ങളെ കയ്യിലങ്ങ് കൊടുത്തു. ദുനിയാവിലുള്ള വീട്ടിന്റെ പണി ഞാൻ നിർത്തി തങ്ങളെ, എനിക്ക് ആഖിറത്തിൽ നിങ്ങൾ പറഞ്ഞ വീട്, സ്വർഗത്തിലുള്ള വീട് കിട്ടണം കേട്ടോ. കടലാസ് കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എഗ്രിമെന്റ് എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മാ ضمن മാലിക് ഇബ്നു ദീനാർ ലിഫുലാൻ ഇബ്നു ഫുലാൻ. ഇന്നയാളെ മകൻ ഇന്നയാൾക്ക് മാലിക് ഇബ്നു ദീനാർ എഴുതി കൊടുക്കുന്ന എഗ്രിമെന്റ് ആണോ? നിങ്ങൾക്ക് ഞാൻ ഇതാ ഇന്നി വമിൽതു ലക ഖസ്റൻ ഫിൽ ജന്നതി വസ്ഫുഹു കമാ വകദാ, ഇന്ന വിശേഷണങ്ങളുള്ള ഒരു വലിയ മാളിക നിനക്ക് സ്വർഗത്തിൽ ഞാൻ ഉത്തരവാദിയായി ഏറ്റെടുത്തിരിക്കുന്നു. വഅഖൽതു മിൻക ബദലഹു 100,000 ദീനാർ, അതിന് പകരം 1,00,000 ദീനാർ നിന്നോട് ഞാൻ വാങ്ങിയിരിക്കുന്നു
എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ അള്ള തരുന്നെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്വത്തിലാണ്. എന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു മാളിക ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് തരുന്നതാണെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കടലാസ് കൊടുത്തു, തിരിച്ചു വന്നു. ഈ വാങ്ങിയ തുക എന്തിനാണ്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന് വീട്ടിൽ അരി വാങ്ങാനല്ല, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ഉപയോഗത്തിനല്ല, ദീനിന്റെ കാര്യത്തിന് ചെലവഴിക്കാനാണ്, സാധുക്കൾക്ക് വിതരണം ചെയ്യാനാണ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വാങ്ങിയ സംഖ്യ മുഴുവനും അന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ചെലവഴിച്ച് തീർത്തു. ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞൊരു 10-15 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ പല സമയത്തും മാലിക് ഇബ്നു ദീനാർ തങ്ങൾ സംഭാവന വാങ്ങിയ ഈ മഹാനായ ചെറുപ്പക്കാരൻ സ്വർഗമാശിച്ചിട്ട് ദുന്യാവിലെ വീട് കൈയൊഴിച്ച ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യാൻ പതിവുണ്ട്. പതിവനുസരിച്ചതാ ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ച് മെഹ്റാബിലിരിക്കുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ മുന്നിൽ ഒരു കടലാസ് കഷ്ണം വന്ന് വീഴുന്നു. കടലാസ് എടുത്ത് വായിച്ചു നോക്കി മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കടലാസ് നോക്കിയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണിങ്ങനെ നനയുന്നു, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. മാലിക് ഇബ്നു ദീനാർ പുറത്തേക്ക് വന്ന് എന്നെയും കൂട്ടി വരൂ എന്ന് പറഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ നേരത്തെ പോയിരുന്ന ചെറുപ്പക്കാരന്റെ പഴയ വീട്ടിനടുക്കലേക്ക് നടന്നങ്ങ് അവിടെ ചെല്ലുന്ന സമയത്ത് എന്തോ വിശേഷമുണ്ടല്ലോ. ജാഫർ ഇബ്നു സുലൈമാൻ അടുത്തങ്ങി എന്ന് വീട്ടിനടുക്കലെത്തി ഞങ്ങളങ്ങ് കയറി നോക്കുമ്പോ വീട്ടിൽ നിന്ന് പലരും കരയുന്നത് കേൾക്കുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് വീട്ടിൽ കയറി. ഞങ്ങൾക്ക് തോന്നി ആ നേരത്തെ സദഖ തന്നേൽപ്പിച്ച ആ മഹാനായ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആഖിറത്തിന് വിലകൽപ്പിച്ച ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോ ബോധ്യപ്പെട്ടു. എപ്പോഴാണ് മരിച്ചത്? ഇന്നലെ മരിച്ചുപോയി എന്നാണ് വിവരം കിട്ടിയത്. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞുപോയി, മയ്യിത്ത് പരിപാലനം കഴിഞ്ഞുപോയി, ഖബറിൽ വെക്കൽ കഴിഞ്ഞുപോയി. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുന്ന, ആരാണ് മയ്യിത്ത് കുളിപ്പിച്ചത്, ആരാണ് ഖബറിൽ വെച്ചത്, ആരാണ് നിസ്കരിച്ചത്, ആരാണ് കഫൻ ചെയ്തത്? ഒരാൾ വന്ന് പറയുന്നു, തങ്ങളെ കുളിപ്പിക്കാൻ നേതൃത്വം ഞാനാണ്, കഫൻ ചെയ്യാൻ നേതൃത്വം ഞാനാണ്, മുഴുവനത്തിനും നേതൃത്വം ഞാനാണ്. അല്ല, മരിച്ചപ്പോൾ വല്ല വിശേഷണങ്ങളും നിങ്ങൾ പ്രത്യേക വിശേഷം വല്ലതും കണ്ടിരുന്നോ? മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ഒരു വിശേഷവും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അടുത്തേക്ക് വിളിച്ചിരുന്നു. വിളിച്ചിട്ട് എന്റെ കയ്യിലൊരു കഷ്ണം കടലാസ് തന്നിരുന്നു. എന്നിട്ട് എന്നോടൊരു വസിയത്ത് ചെയ്തിരുന്നു, കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലൊരു കഷ്ണം കടലാസ് തന്നിരുന്നു. ഞാനത് കഫൻ പടയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മറവ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ മയ്യത്തിന് വിപരീതമായൊരു സംഭവമാണ്. മറ്റൊരു കാര്യവും ഞാൻ വിശേഷമായി കണ്ടിട്ടില്ല തങ്ങളെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. ആ സാലിഹായ ചെറുപ്പക്കാരനെ ഓർമ്മിച്ചുപോയി. കീശയിൽ നിന്ന് തന്റെ മിഹ്റാബിൽ, അവിടുത്തെ മിഹ്റാബിൽ വന്നു വീണിരിക്കുന്ന കടലാസെടുത്ത് മെല്ലെ നിവർത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നു, മോനെ, നീ കഫൻ തുണിയിൽ വെച്ച കടലാസും ഈ കടലാസും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? കടലാസൊന്ന് ശരിക്ക് നോക്കുമ്പോൾ ആ കഫൻ ചെയ്ത മയ്യത്ത് കുളിപ്പിച്ച മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലയോ തങ്ങളെ, ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇന്നലെ കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടി അദ്ദേഹം തന്ന കടലാസ് ഞാൻ കഫൻ തുണിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് മറവ് ചെയ്തിട്ടുള്ളതും ഈ കടലാസ് തന്നെയാണല്ലോ. ഇത് നിങ്ങളെ കയ്യിലെവിടുന്ന് കിട്ടി തങ്ങളെ? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? കറാമത്തിന്റെ വഴിയിലുണ്ടായ സംഭവമാണ്. ഇതാണ് കടലാസ് വായിച്ചു നോക്കുമ്പോ ജനങ്ങളൊക്കെ ഒന്ന് നോക്കി എന്താ പറയുന്നത്? ഹാദിഹി ബറാഅത്തുൻ മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ ഇലാ മാലിക് ഇബ്നു ദീനാർ.
മാലിക് ഇബ്നു ദീനാറിന് ഇന്നയാളെ മകൻ ഇന്നയാൾ എഴുതുന്ന ഒഴിമുറിയാണോ? ഈ എഴുതുന്ന വാചകം എന്താണോ? നിങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ട് എഗ്രിമെന്റ് തന്ന സ്വർഗത്തിലുള്ള ഒരു വീടില്ലയോ, മാളികയില്ലയോ? ആ മാളിക യജമാനനായ റബ്ബെനിക്ക് തന്നു കഴിഞ്ഞുവെന്ന് മാത്രമല്ല, അതിന്റെ ഏകദേശം ഒരു 70 ഇരട്ടിയിലധികം പടച്ച റബ്ബ് എനിക്ക് സ്വർഗത്തിൽ തന്നു കഴിഞ്ഞു തങ്ങളെ. അതുകൊണ്ട് ഇനി നിങ്ങളെ എഗ്രിമെന്റ് അനുസരിച്ചുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. ഈ എഴുത്തിലുള്ള വാചകം ഇതാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് എഴുത്ത് അവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും വാങ്ങി ഇങ്ങനെ ആ എഴുത്തൊന്നും എനിക്കും കാണണമെന്ന് പറഞ്ഞ് നോക്കുന്നു. എല്ലാവരുടെ കണ്ണിലും വെള്ളം നിറഞ്ഞുപോയി. ഈമാന് കൽബിലും ഉറപ്പിച്ചപ്പോ ദുന്യാവിന് വില കൽപ്പിക്കാതെ, ദുന്യാവിനെ വീട്ടിന് വില കൽപ്പിക്കാതെ, ആഖിറത്തിലെ വീട് ഔലിയാക്കളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ചെറുപ്പക്കാരൻ സ്വർഗത്തെത്തിയിട്ട് കൊടുത്തേച്ചിരിക്കുന്ന എഴുത്തല്ലയോ? അതാ ഒരു മൂലയിൽ നിന്നൊരു മുതലാളി എഴുന്നേറ്റ് പോയി. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ മുന്നിൽ അതവോടെ ഗുരുത്വത്തോടെ വന്ന് പറയും, ഓ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, പുതുമിന്നി 100,000 ദീനാർ, ഒരു 2 ലക്ഷം ദീനാർ തങ്ങളെ അവിടുത്തെ കയ്യിൽ ഞാൻ തരാമല്ലോ. ഒരു 2 ലക്ഷം ദീനാർ ഞാൻ കയ്യിലേൽപ്പിക്കാമല്ലോ. എനിക്ക് സ്വർഗത്തിൽ മാളിക വേണ്ട, സ്വർഗത്തിൽ വലിയ കൊട്ടാരം വേണ്ട, സ്വർഗത്തിലുള്ള ഒരു വീട് റബ്ബിനോട് വാങ്ങിത്തരുമെന്ന് എനിക്ക് ഒരു എഗ്രിമെന്റ് തരുമോ തങ്ങളെ? മാലിക് ഇബ്നു ദീനാർ തങ്ങളെ മറുപടി കാലമാക്കാല പാത്രമാ പാത്ത, നടന്നതൊക്കെ നടന്നു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എനിക്ക് എഗ്രിമെന്റില്ല. ഗൈബ് കൊണ്ട് വിശ്വസിക്കണം, മറഞ്ഞ കാര്യത്തിന് വിശ്വസിച്ചിട്ട് അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് കിട്ടി. ഇപ്പൊ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുന്ന വിശ്വാസമല്ലേ ഇപ്പോൾ തരാൻ അധികാരമില്ല. എന്നൂടെ തന്റെ അകൂന്ന് ഞാൻ ചൊൽകിൽ അകൂമതെന്നോവർ. എനിക്ക് അനുമതിയില്ലാതെ പറയലില്ല, പറഞ്ഞാൽ അത് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യാൻ അനുമതിയില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മടങ്ങുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ സ്വർഗം വിലക്ക് വാങ്ങിയവരുണ്ട്, സ്വർഗത്തിലെത്തി കത്തയച്ചവരുണ്ട്. സാലിഹീങ്ങളെ കൂട്ടത്തിൽ പലരും വലിയ വലിയ ബഹുമതിയുള്ളവരുണ്ട്. പടച്ച റബ്ബ് അവരുടെ ചെരിപ്പെടുക്കുന്ന ഖാദിമീങ്ങളായി, അവരെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളായി, അവരുടെ ബഹുമാനം പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സാധുക്കളായി നമ്മെ അല്ലാഹു ജീവിപ്പിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ അവരുടെ ഖാദിമീങ്ങളായെങ്കിലും റബ്ബ് അവരോടുകൂടെ നമ്മയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് റഹ്മാനായ റബ്ബിനോട് ഈ ബഹുമാനമുള്ള മജ്‌ലിസിൽ